ഗവർണർ CPM പോര് അവസാനിക്കുന്നില്ല. ഇപ്പോൾ VC മോഹൻ കുന്നുമേൽ തിരിച്ചു വന്നതിന് ശേഷം ഈ പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള പാളയത്തെ AKG പഠന ഗവേഷണ കേന്ദ്രം, അതായത് പഴയ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ തുടങ്ങി വച്ചിട്ടുണ്ട്. വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറുടെ ചുമതലയിലുള്ള ഡോക്ടർ മിനി കാപ്പന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മോഹനൻ കുന്നുമേൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയത് എന്നടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ളത് കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും VC വ്യക്തമാക്കി. സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം എല്ലാ രേഖകളും സഹിതം അടുത്തു ചേരുന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കും. സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും VC പറഞ്ഞു. ഇതിനൊപ്പം തന്നെ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുമെന്നും VC അറിയിച്ചു. ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ VCയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയിലുള്ള ഡോക്ടർ മിനി കാപ്പനോട് രേഖകൾ സമാഹരിക്കാൻ VC നിർദ്ദേശം നൽകിയത്. ഇടത് അനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നത് നിർണായകമാണ്. സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോര് തുടരുന്നതിനിടയിലാണ് CPMന് തലവേദനയായി ഈ ഭൂമി പ്രശ്നവും VC ഡോക്ടർ മോഹൻ കുന്നുമലിൻ്റെയും ഗവർണറുടെയും കയ്യിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പഴയ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതാണ് എന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമായതോടു കൂടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്. ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ല എന്ന് സർവേ വകുപ്പിൽ നിന്നും വഞ്ചൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. CPM കയ്യേറിയിരിക്കുന്ന സർവകലാശാല വക ഭൂമി തിരിച്ചു പിടിക്കണമെന്നാണ് കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1977 ഓഗസ്റ്റ് 20-ന് AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത്. അന്ന് അനുവദിച്ചത് 15 സെന്റ് ഭൂമി മാത്രമാണെങ്കിലും സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി CPM കൈവശമുണ്ടെന്നാണ് വിവരാവകാശ രേഖ. ഭൂമി അനുവദിച്ച ഉത്തരവിൻ്റെ പകർപ്പ് കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ലെന്നും ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അനധികൃതമായ കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി വഞ്ചൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രാറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുമൂലം വസ്തുകരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല. എന്നാൽ 10.3 ലക്ഷം, അതായത് ഏകദേശം 10.5 ലക്ഷം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും TC നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെന്ററിനെ വഞ്ചനയുടെ സ്മാരകമെന്ന് വിശേഷിപ്പിച്ചത് മുൻ ഇടത് സഹയാത്രൻ കൂടിയായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പാണ്. 1977 EMSന്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയാണ് ഭൂമി കൈമാറിയത്. 87 AKG സെന്റർ കേരള സർവകലാശാലയുടെ ഭൂമിയടക്കം കയ്യേറിയെന്നും പരിശോധനയിൽ ഇത് തെളിഞ്ഞതാണെന്നും ചെറിയാൻ ഫിലിപ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ കെട്ടിട നികുതിയിലും വൈദ്യുത നിരക്കിലും AKG സെന്റർ ഇളവ് നേടിയിരുന്നു. AKG സെന്റർ ക്രമക്കേടുകൾ നിയമസഭയിലും ദേശീയ തലത്തിലും വിവാദമായി. AK ആന്റണിയും K കരുണാകരനും ചേർന്നാണ് വിവാദങ്ങൾ അവസാനിപ്പിച്ചത് എന്നും ചെറിയാൻ ഫിലിപ്പ് അന്ന് പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം. AKG സെന്റർ ഒരു വഞ്ചനയുടെ സ്മാരകമാണ്. 77 AKGയുടെ സ്മാരകമായി ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാർ നൽകിയ 35 സെന്റ് ഭൂമിയിൽ പാർട്ടി ഓഫീസ് സ്ഥാപിച്ച CPM നേതൃത്വം സർക്കാരിനെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. പൗരപ്രമുഖർ അടങ്ങിയ AKG സ്മാരക കമ്മിറ്റിയുടെ പേരിൽ നൽകിയ ഭൂമി ക്രമേണ പാർട്ടി നേതാക്കൾ മാത്രമടങ്ങിയ ഒരു ട്രസ്റ്റായി മാറി. സർക്കാരുമായുള്ള ധാരണ ലംഘിച്ചതിനെതിരെ കേസ് കൊടുക്കണമെന്ന് ഞാൻ പ്രഖ്യാപിച്ച ശേഷമാണ് AKG പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും തുടങ്ങിയത്.
EMSന്റെ അഭ്യർത്ഥനയെ മാനിച്ച് പഠന കേന്ദ്രത്തിന് വേണ്ടി മാത്രമാണ് റവന്യൂ വകുപ്പിന്റെ 15 സെന്റും കേരള യൂണിവേഴ്സിറ്റിയുടെ 20 സെന്റും അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി അനുവദിച്ചത്. 1977 AKG സ്മാരക കമ്മിറ്റിയുടെ രൂപീകരണത്തിനാണ് EMS വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞാനും പങ്കെടുത്തത്. കുന്ന് കുഴിയിലെ വീട്ടിലേക്ക് എന്നും നടന്നു പോകുന്ന വഴിയിലെ പഴയ ഗ്യാസ് ഹൗസ് നിന്നിരുന്ന സ്ഥലമാണ് ഞാൻ നിർദ്ദേശിച്ചത്. 87 AKG സെൻറ്റർ യൂണിവേഴ്സിറ്റിയുടെ 8 സെന്റ് ഭൂമി അനധികൃതമായി കയ്യേറിയതായി ചില മാധ്യമങ്ങളിൽ ആരോപണമുണ്ടായിരുന്നു. ഇക്കാര്യം യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഞാൻ ഉന്നയിച്ചതിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഭൂമി അളന്നപ്പോൾ അധികമുണ്ട് എന്ന് കണ്ടെത്തി. ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ കെട്ടിട നികുതിയിലും വൈദ്യുത നിരക്കിലും ഇളവ് നേടിയിരുന്നു. AKG സെൻറ്റർ ക്രമക്കേടുകൾ നിയമസഭയിലും ദേശീയതലത്തിലും വിവാദമായി. ഇതിനിടെ ദില്ലിയിൽ വെച്ച് EMSനെ കണ്ടപ്പോൾ വിശ്വാസപൂർവ്വം അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ AK ആന്റണി, K കരുണാകരൻ എന്നിവരെ ധരിപ്പിച്ചു. AKGയോടും EMSനോടും ആദരവ് പുലർത്തിയിരുന്ന അവരും KPCCയും രാഷ്ട്രീയ മാന്യതയുടെ പേരിലാണ് വിവാദം അവസാനിപ്പിച്ചത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് പ്രാപ്യമാകുന്ന വിധത്തിൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്ന വാദമുയർത്തി ഭൂമി വാങ്ങിയെങ്കിലും ഒടുവിൽ CPMന്റെ പാർട്ടി ആയാണ് ഇത് മാറിയത്. 1977 ഓഗസ്റ്റ് 20 സർക്കാർ ഉത്തരവ് പ്രകാരം 34.408 സെന്റർ ഭൂമിയാണ് AKG സ്മാരക കമ്മിറ്റിക്ക് നൽകിയത്. അതേ വർഷം മെയ് 25 സ്മാരക കമ്മിറ്റി സെക്രട്ടറി നൽകിയ അപേക്ഷയ്ക്ക് മേലാണ് സർക്കാർ അനുമതി നൽകിയത്. പിന്നീട് സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ 15 സെന്റ് ഭൂമി കൂടി സർവകലാശാലയിൽ നിന്ന് കൈവശപ്പെടുത്തി. പിന്നീട് 87 മുതൽ 91 നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഭൂമിക്കും കെട്ടിടത്തിനും നികുതി ഇളവ് നൽകി. 8 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ കൂടിയാണ് നികുതി ഇളവ് നൽകിയത്. പാർട്ടി നേതാക്കളുടെ താമസ സ്ഥലമായും പാർട്ടി ആസ്ഥലമായും ഉപയോഗിക്കുന്ന സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്താണ് നികുതി ഇളവ് നൽകിയിരിക്കുന്നത്. നിലവിൽ സ്മാരക കമ്മിറ്റിയുടെ പേരിനാണോ ട്രസ്റ്റിൻ്റെ പേരിലാണോ ഭൂമി എന്നുപോലും ഇപ്പോഴും വ്യക്തമല്ല. ഇതിനെ ചൊല്ലി നിരവധി വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുകയായിരുന്നു. CPMന് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നതോടുകൂടി നിലവിലെ AKG സെൻറ്റർ പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന പഠന ഗവേഷണ കേന്ദ്രത്തിന് സൗജന്യമായി പതിച്ചു നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ 4 ദശാബ്ദമായി CPM ആസ്ഥാനം പ്രവർത്തിച്ചു എന്നതിന് തെളിവാണ്. ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്കും സർവകലാശാല VCക്കും നിവേദനം നൽകിയിട്ടുണ്ട്. 1988 AKG സെൻറ്ററിന് ചുറ്റുമതിൽ കെട്ടിയപ്പോൾ പതിച്ചു നൽകിയതിലും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തി എന്ന ആരോപണവും ഉയർന്നിരുന്നു. കാർഷിക ആവശ്യങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി കർഷകേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് ഗവേഷണ കേന്ദ്രത്തിനായി സ്വന്തം പാർട്ടിക്ക് പതിച്ചു ലഭിച്ച ഭൂമി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നും നടപടി സ്വീകരിക്കണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നേതാക്കൾ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്താൻ ഒരു ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, ഓഫീസ് എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്ഥലം ഈ ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ വിവേകാനന്ദ സെൻറ്ററിൻ്റെ ഹാളിൻ്റെ കിഴക്ക് ഭാഗത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ തെക്ക് ഭാഗത്തുള്ള സർവകലാശാല ഭൂമി പതിച്ചു നൽകണം എന്നായിരുന്നു EK നയനാർ ആവശ്യപ്പെട്ടത്. ഇതിലേക്കായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന MP മന്മഥൻ, സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് C നാരായണപിള്ള, ലക്ഷ്മി N മേനോൻ എന്നിവർ ഉൾപ്പെട്ട AKG സ്മാരക കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നയനാർ അപേക്ഷയിൽ പറഞ്ഞിരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയുടെ സ്വാധീനത്തിൽ 1978 മാർച്ച് 14 ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം 15 സെന്റ് സ്ഥലം കൂടി CPM ഗവേഷണ കേന്ദ്രത്തിന് വിട്ടു നൽകി. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭിക്കുന്നതിനാൽ തന്നെ ഇതിന് പട്ടയം പിടിക്കാനായില്ല. 1978 മാർച്ച് 22 AKG സെൻറ്ററിൽ തറക്കല്ലിട്ടു. 88 നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPM സഹയാത്രികനായ വൈസ് ചാൻസലർ GB മോഹനൻ തമ്പിയും സിൻഡിക്കേറ്റ് അംഗമായ CPM നേതാവ് G സുധാകരനും ചേർന്ന് സർവകലാശാലയുടെ കൂടുതൽ ഭൂമി CPM കേന്ദ്രത്തിന് രഹസ്യമായി വിട്ടുകൊടുത്തു. സർവകലാശാലയുടെ ചെലവിൽ AKG സെൻറ്ററിന് മതിൽ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ CPM പറയുന്നത് AK ആന്റണി 34.4 സെൻറ്റർ വസ്തു വിട്ടുകൊടുത്തു എന്നാണ്. ഫയലുകൾ നേരത്തെ മാറ്റിയത് കൊണ്ട് സത്യം കണ്ടുപിടിക്കാനാകില്ല എന്ന ധാരണ CPMനുണ്ട്.